നമസ്കാരം, ഞാൻ ബ്രോക്കർ മണിയനാണ്. ഇവിടെ ഒരു പയ്യൻ കല്യാണം കഴിക്കാൻ ഉണ്ടെന്ന് അറിഞ്ഞു. ആ പയ്യൻ തന്നെയാണ് ഞാൻ. ഇനി അറിയ പോരെ. എന്റെ കയ്യിൽ ഒരു ഗ്രഹനില ഇരിപ്പുണ്ട്. വീട്ടുകാരെ വിളിക്ക് കൊടുക്കാം. അയ്യോ, വീട്ടുകാർ ഇവിടെ ഇല്ല കേട്ടോ, പുറത്തേക്ക് പോയിരിക്കാണ്. ഗ്രഹനില എന്റെ തന്നാ മതി. ആട്ടെ, എങ്ങനെയുള്ള പെണ്ണാണ് നിങ്ങൾ നോക്കുന്നത്? മനുഷ്യരൂപം ഉള്ളതിനെയാണ് നോക്കുന്നത്. എല്ലാരും മനുഷ്യരെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. ആര് പറഞ്ഞു? ഇപ്പൊ വാഴക്കല്യാണം സുലഭമാണ്. പോരാഞ്ഞ് പട്ടി കല്യാണം, മഴ പെയ്യാൻ തവള കല്യാണം വരെ ഉണ്ട്. അതാകുമ്പോ ജാതിയില്ല, മതമില്ല, ഗ്രഹനില വേണ്ട, സ്ത്രീധന പ്രശ്നങ്ങളും ഇല്ല. പോരാഞ്ഞ് കലഹങ്ങളും ഒഴിവായി കിട്ടും. ഇനി ചെറുക്കനെയും പെണ്ണിനെയും കിട്ടണം. ഒരു സമയമാകുമ്പോ നമ്മുടെ പറമ്പിൽ ഇറങ്ങി തപ്പിയാൽ മതി. ചെറുക്കനെയും കിട്ടും, പെണ്ണിനെയും കിട്ടും. അപ്പൊ പിന്നെ വല്ല തവളയോ പുൽച്ചെടിയൊക്കെ നോക്കാൻ പാടില്ലായിരുന്നു. പിന്നെ എന്നെ പോലെ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നാളെ നിങ്ങളെ പട്ടിയുടെയും പൂച്ചയുടെയും പുൽച്ചാടിയുടെയും തവളയുടെയും ഒക്കെ ഫോട്ടോയും കൂടെ കൊണ്ടുവിടാം. കൂടെ ആ വാഴയുടെ 2-3 ഫോട്ടോയും എടുത്ത് വെച്ചു. ഓ, അതിനൊന്നും ആവശ്യമില്ല. ഇപ്പൊ ഉള്ള എല്ലാത്തിനും നമ്മളാരും അല്ല ബ്രോക്കർമാരെന്ന് പറയുന്നത്. ഇപ്പൊ ഉള്ള ബ്രോക്കർമാരെന്ന് പറയുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ആണ്. ഒരു ചുമ്മാ ഒരു അക്കൗണ്ട് തുടങ്ങുക, ഏതെങ്കിലും ഒരെണ്ണത്തിന് സെറ്റ് ചെയ്യുക, പിറ്റേന്ന് കല്യാണം. അതിന് പിറ്റേന്ന് അടിച്ചിരിഞ്ഞ് പോയെന്നും കേൾക്കാം. ഈ സോഷ്യൽ മീഡിയ ഉള്ളവരൊന്നും അല്ലല്ലോ ജീവിതത്തില്. ഈ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരുത്തി തുമ്മിയെന്ന് കേട്ടാൽ അപ്പൊ അവിടെ ചെല്ലും കുറയണം. വിക്സ് ഇട്ടോ മുത്തേ, കട്ടൻ കാപ്പി പിടിച്ച മുത്തേ, ആശുപത്രി പോണ മുത്തേ, അയ്യോ എന്റെ ചക്കരക്കുട്ടിക്ക് വയ്യടി എന്നൊക്കെ ചോദിച്ചോണ്ട് എഴുന്നേറ്റ് ഇരിക്കാൻ വയ്യാത്ത അവന്റെ സ്വന്തം തള്ളക്ക് 10 തെറിയും കൊടുത്തിട്ടാവും സോഷ്യൽ മീഡിയ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ആട്ടെ, തനിക്ക് വല്ല ദുശീലം വല്ലതും ഉണ്ടാ? തമ്പാക്ക്, മദ്യപാനം, മുറുക്ക്, സിഗരറ്റ് വലി, അങ്ങനെ വല്ലതും? എല്ലാത്തിനാണ് ദുശീലുള്ള പിന്നെ നോക്കാനാണോ? ഏയ്, ഇത് ഏതെങ്കിലും തന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഒരെണ്ണം കിട്ടിയ കൊള്ളായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഒരു ദുശീലം ഒഴിച്ച് ബാക്കി ഒരു ദുശീലവും ഇല്ല. അതേത് ദുശീലം? കള്ളം പറച്ചില്. 2ാം വിവാഹത്തിന് താല്പര്യമുണ്ടോ? ആദ്യം ഒരെണ്ണം കഴിയട്ടെ, എന്നിട്ട് നോക്കാം രണ്ടാമത്. ഇല്ല, 2ാം കല്യാണക്കാരി ഒരിടത്ത് നിപ്പുണ്ട്. അപ്പൊ അതിനെ നോക്കണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. ഞാൻ എല്ലാത്തരം വണ്ടിയും ആരിൽ നിന്നും ഉപയോഗിക്കും. പക്ഷെ ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങുന്നെങ്കിൽ അത് പുതിയത് മാത്രമേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഈ കാലത്ത് മോലോട്ട് നോക്കി വായും പൊളിച്ചിരുന്നാ മതി. ഷോറൂമിൽ ഇരിക്കുന്ന പുതിയ വണ്ടികൾ വരെ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയവയാണ് എന്ന് ഓർത്താ കൊള്ളാം. പിന്നെ എല്ലാവരും വിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. നിങ്ങൾ കല്യാണം നടത്താൻ വന്നതോ അതോ മുടക്കാൻ വന്നതോ? പുല്ല് മൂടും പോകും. ഇന്ന ഈ ഗ്രഹനില ഒന്ന് നോക്കിക്കോ. 7 പാവമുള്ള പെൺകുട്ടിയാണ്. തനിക്ക് ചേരാൻ സാധ്യതയുണ്ട്. വാങ്ങിച്ചോ. വരാൻ നേരത്തെ ദക്ഷിണ ഒരു 500 രൂപയും കൂടെ ഇനി എടുത്തോ. 500 രൂപ കാര്യം അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ മാസം നിങ്ങൾ അപ്പുറത്തെ മനോജിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് കണ്ടല്ലേ? ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ഒരു 1000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, 1 മാസത്തിനുള്ളിൽ കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞത്. പിന്നെ അങ്ങോട്ടേ കണ്ടില്ല എന്നാ പറയുന്നത്. അത് ഞാനൊന്നും ആയിരിക്കത്തില്ല. താൻ പോയി ദക്ഷിണ എടുത്തോണ്ടോ. ശരി, ഒന്ന് വെയിറ്റ് ചെയ്യേ. ദാ വരുന്നു. ഇതെന്തോന്നാ? കണ്ടിട്ടില്ലേ? തൂമ്പ. എന്തായാലും 500 രൂപ ആകും. അപ്പൊ ഇവിടെ ഉള്ള ഒരു 4-5 മൂടെ തെങ്ങിന്റെ തടവും കൂടി എടുത്തിട്ട് പോകും. താൻ ഗ്രഹനിലഞ്ഞെടുത്തെ താൻ കല്യാണം കഴിക്കാൻ ഇരിക്കുന്നതാ നല്ലത്. പണി എന്റെ പട്ടി വിയർത്ത് പണി ചെയ്യുന്നതിനാട്ടി ഭേദം പോയി ചാവുന്നതാണ്. അവൻ പണി ചെയ്യിപ്പിക്കാൻ വന്നേക്കുന്നു. നീ ഇവിടെ ഇരുന്ന് മൂത്ത് കരച്ച് ഇല്ലാണ്ടായി പോകണം. അവൻ പണി ചെയ്യിപ്പിക്കാൻ വന്നേക്കുന്നു.